ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPL-ന്റെ 18ാം സീസണിലെ എൽ ക്ലാസിക്കോ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പോരാട്ടമായിട്ടുള്ള MI vs CSK തമ്മിലുള്ള മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനോട് നാണം കെട്ട തോൽവിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത്. 9 വിക്കറ്റിന്റെ വമ്പൻ വിജയമാണ് MI സ്വന്തമാക്കിയിട്ടുള്ളതും. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ 5 വിക്കറ്റിന് 176 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ MI 26 പന്തുകളും 9 വിക്കറ്റുകളും ബാക്കിയാക്കി അനായാസം വിജയം സ്വന്തമാക്കുകയായിരുന്നു. ബാറ്റിംഗിലും ബൗളിംഗിലും ഒക്കെ CSK വേണ്ടത്ര നിലവാരം കാട്ടാതെ പോയ ഒരു മത്സരം കൂടിയായിരുന്നു ഇത്. ഏതായാലും 8 മത്സരത്തിൽ നിന്ന് 6 തോൽവികൾ നേരിട്ട ചെന്നൈ സൂപ്പർ കിങ്സ് നിലവിൽ അവസാന സ്ഥാനത്താണുള്ളത്. സോ ഇനി അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി 10 പോയിന്റുകളൊക്കെ സ്വന്തമാക്കിയിട്ടുള്ള ടീമുകൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അവർക്ക് 7 കളികളൊക്കെ ബാക്കിയുണ്ട് താനും. അതുകൊണ്ടൊക്കെ തന്നെ CSKക്ക് ഇനി പ്ലേ ഓഫിലേക്ക് എത്താൻ ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അത്ഭുതങ്ങൾ സംഭവിക്കണം. ഏതൊക്കെയായാലും CSK ചില യുവതാരങ്ങളൊക്കെ മാറ്റി മാറ്റി പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ കൂടി ടീം എന്ന നിലയിൽ മെച്ചപ്പെടാൻ ചെന്നൈക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാറ്റർമാൻ നല്ല ഇന്റന്റ് കാണിക്കുന്നില്ല, പവർ പ്ലേയിൽ മികച്ച സ്കോർ വരുന്നില്ല. അത് തന്നെയാണ് CSKയുടെ വലിയ പ്രശ്നവും. മുംബൈ ഇന്ത്യൻസിനെതിരായിട്ടുള്ള മത്സരത്തിലെ തോൽവിക്ക് ശേഷം ക്യാപ്റ്റൻ MSD പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾ എന്തുകൊണ്ടാണ് മികച്ച ടീമായതെന്നുള്ളത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഞങ്ങൾ നല്ല ക്രിക്കറ്റ് ആയിരുന്നു അപ്പോൾ കളിച്ചിട്ടുണ്ടായിരുന്നതും. അതേസമയം മോശം ക്രിക്കറ്റ് കളിക്കുന്ന സാഹചര്യത്തിൽ വൈകാരികമായിട്ട് പെരുമാറിയിട്ടൊന്നും കാര്യമില്ല. ഇതിനു മുമ്പും ഇത് അനുഭവമുണ്ട്. 2020 ഞങ്ങൾക്ക് മികച്ച സീസൺ ആയിരുന്നില്ല. മുന്നോട്ടുള്ള എല്ലാ മത്സരങ്ങളും ഇനി ജയിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സമയം ഒരു മത്സരത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതും. കുറച്ച് മത്സരങ്ങൾ ഇത്തവണ തോറ്റു. ടീമിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത സീസണിൽ കൃത്യമായിട്ടുള്ള ടീം കോമ്പിനേഷൻ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടതെന്ന് കൂടി MS ധോണി തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. യെസ്, ആൻഡ് ഇഫ് വി ലൂസ് എ ഫ്യൂ, വാട്ട് വിൽ ബി ദ ഇമ്പോർട്ടന്റ് ഫോർ us ടു ഗെറ്റ് ദ റൈറ്റ് കോമ്പിനേഷൻ ഫോർ നെക്സ്റ്റ് ഇയർ. താരങ്ങളെ ഒരുപാട് ഇങ്ങനെ മാറ്റി പരീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. പ്ലേ ഓഫിലേക്ക് എത്താൻ എന്താണ് വേണ്ടതെന്നതിലാണ് കാര്യം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ മികച്ച 11മായി അടുത്ത സീസണിൽ ശക്തമായി തിരിച്ചു വരികയാണ് ചെയ്യേണ്ടതെന്ന് കൂടി MSD തന്നെ തുറന്നു പറയുന്നുണ്ട്. യെസ്, ഐ തിങ്ക് വാട്ട് വിൽ ബി ഇമ്പോർട്ടന്റ് ടു ട്രൈ ആൻഡ് ക്വാളിഫൈ, ബട്ട് ഇഫ് നോട്ട്, അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഗെറ്റ് എ സെക്യൂർഡ് 11 ഫോർ ദ നെക്സ്റ്റ് ഇയർ ആൻഡ് കം ബാക്ക് സ്ട്രോങ് എന്ന് കൂടി MS ധോണി തന്നെ തുറന്ന് സമ്മതിക്കുമ്പോൾ ഈ ഒരു സീസണിൽ ഇനി വലിയൊരു കംബാക്ക് നടത്തുക എന്നുള്ളത് CSK സംബന്ധിച്ചിടത്തോളം അതിപ്രയാസമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് കൂടി CSK ആരാധകർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.